Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala Rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi ishrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilman nafi'a. Assalamu alaikum wa rahmatullahi wa barakatuhu. ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ നമ്മളെ അനുഗ്രഹിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹംദ് അർപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമ്മൾക്ക് ഇൽമ പകർന്നു തരാൻ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ യങ് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കറായ ഇഫ നാസിർ ആണ്. ഇഫയെ ഇൽമ പകർന്നു തരാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇഫ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدني علما. السلام عليكم ورحمة الله وبركاته. നമ്മള് എല്ലാവരും അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്തിയവരാണല്ലേ. ഇത് ചെറിയ കാര്യമല്ല. ഈ ലോകം ഒരുപാട് തിരക്കുകളേറിയ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വലിയ ഇതാണ്. അതിനിടയില് അള്ളാഹുവിനെ ഓർക്കാൻ സമയം മാറ്റി വെച്ചാല് അത് തന്നെ ഈമാന്റെ ഒരു അടയാളാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം വളരെ ഡീപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നാം കണ്ടെത്തിയ ഈ സമയത്തില് അള്ളാഹുവിനുള്ള സ്ഥാനം എന്താണ്? കാരണം ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ അതെന്തിനാലാണ് ചെയ്യുന്നതെന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഭയം കൊണ്ടാണോ, അതോ അതൊരു ഡ്യൂട്ടി ആയിട്ട് എടുത്തിട്ടാണോ, അല്ല അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന്. സുബ്ഹാനല്ലാഹ്. അത് തന്നെയാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക്കായ ഹുബ്ബുള്ള എന്ന കോൺസെപ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ഹുബ്ബുള്ള എന്ന് പറയുന്നത് ഒരു ഇമോഷൻ മാത്രമല്ല, അല്ല ഒരു പ്രസംഗിക്കാൻ പറ്റിയ ഒരു വാക്ക് മാത്രമല്ല. ഹുബ്ബുള്ള ജീവിതത്തിന്റെ സെന്റർ ആയിട്ട്, കേന്ദ്രമായിട്ട് അള്ളാഹനെ വെക്കുന്ന നിലയാണ്, ഒരു സ്റ്റേറ്റ് ആണ്. നമ്മള് ഒരുപാട് കാര്യങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അല്ലെ. കുടുംബം, മക്കള്, ആരോഗ്യം, സാധനങ്ങള്, സക്സസ്, അങ്ങനെ ഇതൊന്നും നിഷേധിക്കുന്നൊന്നുമില്ല ഇസ്ലാം. പക്ഷെ ഇസ്ലാം ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നമുക്കൊരു നാളെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മള് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ത് നഷ്ടപ്പെടും എന്നോർത്തിട്ടാണ്. അത് അള്ളാഹുവിനാണെങ്കിൽ അവിടെയാണ് ഹുബ്ബുള്ള ശരിക്കും ജീവിക്കുന്നത്. ഖുറാനില് ആലി ഇമ്രാനില് പറയുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ പറയുന്നുണ്ട്. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ശരിക്കും ഹബ്ബ് എന്ന് വെച്ചാല് അതൊരു വികാരം മാത്രമല്ല, അത് പ്രവൃത്തികളിലൂടെ കൂടി നമുക്ക് പ്രകടമാവുന്നതാണ്. കാരണം ഒരാൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റൂല. അത് ഒരു നാളല്ലെങ്കിൽ ഒരു നാള് അത് പ്രകടമാവുക തന്നെ ചെയ്യും. അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടോ എന്ന് അളക്കുന്നത് നമ്മൾ ശരിക്കും ഒറ്റക്കായപ്പോഴാണ്. ഒറ്റക്കാവുമ്പോ എടുക്കുന്ന തീരുമാനങ്ങള്, ആരും കാണാത്തപ്പോ ചെയ്യുന്ന കാര്യങ്ങള്, നമ്മളെ നിശബ്ദതകള്, അവിടെയാണ് ഹുബ്ബുള്ള പരീക്ഷിക്കപ്പെടുന്നത്. ആക്ച്വലി നമ്മൾ പലരും ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ സത്യം പറയട്ടെ, നമ്മള് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യത്തിന് എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര ബിസി ആണെങ്കിലും, എത്ര ടയേർഡ് ആണെങ്കിലും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും. ഓറെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും അല്ലെ. അള്ളാഹുവിന് സമയം കണ്ടെത്തുന്നത് ഒരു തുടക്കമാണ്, ഹുബിന്റെ ഒരു തുടക്കം. പക്ഷെ ഹുബ്ബുള്ള അവിടെ അവസാനിക്കുന്നില്ല. സമയം നൽകുന്നത് ശരീരമാണ് അല്ലെ, പക്ഷെ ഹൃദയം നൽകുന്നത് എന്താ? സ്നേഹമാണ്. നിസ്കരിക്കുമ്പോഴും ഹൃദയം എവിടേക്കോ പോകുന്നു, നമ്മൾ അറിയുന്നില്ല. ഇത് ഈമാൻ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. ഇത് ഹൃദയം ലോകത്തിന്റെ കുറെ കാര്യങ്ങളെ കുറച്ച് അള്ളാഹുവിനേക്കാളും ഈക്വൽ ആക്കിയിട്ടോ അതോ അള്ളാഹുവിന്റെ അടുത്ത് തന്നെ വെക്കുന്നതുകൊണ്ടാണ്. നമ്മൾ അതേപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ സ്നേഹങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം അള്ളാഹുവിലേക്ക് തിരിയാതെ ദുനിയാവിലെ ഓരോ കാര്യങ്ങളിലേക്ക് തിരിയുന്നതുകൊണ്ടാണ്. ഇവിടെ
ഒരു തെറ്റിദ്ധാരണ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ട്. ചിലർ പറയും അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ ഈ ലോകത്ത് തന്നെ മാറിക്കണം. ഐ മീൻ കുറെ റെസ്പോൺസിബിലിറ്റീസ്, അത് ഇത് അങ്ങനെ ഇങ്ങനെ, അതിന്റെ ഇടയിലൊക്കെ നിന്നിട്ട് എങ്ങനെ അള്ളാഹിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അള്ളാഹിനെ എങ്ങനെ സ്നേഹിക്കുക, ഏതെങ്കിലും ഗുഹയിൽ പോയിട്ടൊക്കെ നിൽക്കണം എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. ഇസ്ലാമിന്റെ വാക്കല്ല അത്. അള്ളാഹു തന്നെ സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്, ആഖിറത്തിനെ അന്വേഷിക്കൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അള്ളാഹു പറയുന്നതാണ് ഈ ലോകത്തിലെ നിന്റെ ഭാഗം മറക്കരുത് എന്ന്. സുബ്ഹാനല്ലാഹ്. ലോകം ഉപേക്ഷിക്കാന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ലോകത്തിനുള്ളില് അള്ളാഹുവിനെ മറക്കാതിരിക്കാനാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ലോകം ശരിക്കും നമ്മൾ ശത്രു ഒന്നല്ല. ലോകം എന്ന് വെച്ചാൽ പരീക്ഷണാണ്. ലോകം ഒരു പാലം പോലെയാണ്. പാലം നമ്മള് വീടാക്കരുത്, പാലം കടക്കാനാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സൂറ അൽ ഹദീദില് ചോദിക്കുന്നുണ്ട്, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വസിച്ചവരുടെ ഹൃദയങ്ങള് ഇനിയും അള്ളാഹുവിന്റെ ഓർമ്മ കാരണം സോഫ്റ്റ് ആവാൻ സമയമായില്ലേന്ന്. അള്ളാഹു ഇതൊരു ഭീഷണി പോലെയല്ല ചോദിക്കുന്നത്. അള്ളാഹു ഇത് സ്നേഹത്തിന്റെ ചോദ്യമാണ്. നമ്മളെ അള്ളാഹു വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സഹാബാക്കളുടെ ഒക്കെ ജീവിതം നോക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും പാപം ഇല്ലാത്തവരൊന്നും ആയിരുന്നില്ല, ഭയം ഇല്ലാത്തവരും ആയിരുന്നില്ല. പക്ഷെ അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് എത്ര വീണാലും അവർ തിരിച്ചു വരുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമയത്ത് പറയണ്ടായി, ഒരു ദാസൻ പാപം ചെയ്യുമ്പോൾ ഹൃദയം ഒരു കറുത്ത പുള്ളി വീഴും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല. അദ്ദേഹം അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, അവൻ തൗബ ചെയ്താല് അത് നീങ്ങുകയും ചെയ്യുമെന്ന്. ഹുബ്ബുള്ള എന്ന് വെച്ചത് പറഞ്ഞാല് പുള്ളികൾ ഇല്ലാത്ത ഹൃദയമൊന്നുമല്ല, പക്ഷെ തിരിച്ച് അള്ളാഹുലേക്ക് മടങ്ങുന്ന ഹൃദയമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കഥ നോക്കിയാല് ഉമർ റളിയല്ലാഹു ഒരു വലിയ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല അള്ളാഹുലേക്ക് വന്നത്, അല്ലെ? സൂറ ത്വാഹയിലെ ഒരു കുഞ്ഞായത്ത്, അതിന്റെ അർത്ഥം വരുന്നത്, ഞാനാണ് അള്ളാഹു, എന്നെ മാത്രമാണ് ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, എന്നെ ആരാധിക്കൂ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയത്ത് കേട്ടിട്ടാണ്. ഒരൊറ്റ ആയത്താണ്, പക്ഷെ ഹൃദയം തന്നെ മാറിപ്പോയി, അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വാക്ക് ഹൃദയത്തിൽ വീണാല് എല്ലാം മാറും. നമ്മൾ അള്ളാഹുവിന്റെ വാക്കുകൾ ഹൃദയത്തിൽ എടുക്കാത്തോണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു മാറ്റം ഫീൽ ചെയ്യാത്തത്. സുബ്ഹാനല്ലാഹ്. നമ്മളില് ചിലരൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ പ്രായമായി, ഇപ്പോ തുടങ്ങാൻ വൈകിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന കേൾക്കാറുണ്ട്. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആത്മാവ് കഴുത്തിലെത്തുന്നത് വരെ അള്ളാഹു ദാസന്റെ തൗബ സ്വീകരിക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്. ശ്വാസം ഉണ്ടെങ്കില് വാതിൽ തുറന്നിരിക്കുന്നു. ഹുബ്ബുള്ള എപ്പോഴും കണ്ണീരായിരിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ അത് സൈലൻസ് ആയിരിക്കും. ചിലപ്പോൾ തെറ്റ് ചെയ്യാൻ ഇങ്ങനെ കൈ ഇങ്ങനെ പോകുമ്പോ അവിടെ ഒരു തടസ്സം നമ്മളെ ഹാർട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഹുബ്ബുള്ളയാണ്. അല്ലെങ്കിൽ ഒരു വാക്ക് നമ്മൾ പറയാൻ പോകുമ്പോ നമ്മൾ ഹൃദയം പറയാണ്, ഇത് വേണ്ട, ഇത് എന്റെ റബ്ബിന് ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ അതും നമുക്ക് അള്ളാഹിനോടുള്ള സ്നേഹമാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് പറയാൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്റ്റോറി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ഞില് കല്ല് കെട്ടിയിട്ട് വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോ പോലും ബിലാൽ റളിയല്ലാഹു അൻഹുവോട് ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പോഴും ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, അഹദ് അഹദ് എന്നാ പറഞ്ഞത്. അതാണ് ഹുബ്ബുള്ള, അതാണ് അള്ളാഹിനോടുള്ള സ്നേഹം. സുബ്ഹാനല്ലാഹ്. എന്നീ സദസ്സില് നിന്ന് നമ്മള് ഒരു വലിയ ചോദ്യം നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്റെ ഹൃദയം ആരാണ് ശരിക്കും നിയന്ത്രിക്കുന്നതെന്ന്? ലോകമാണോ ശരിക്കും അള്ളയാണോ എന്ന്? അത് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമുക്കത് കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കും. അതൊരിക്കലും നമ്മളെ കുറ്റബോധത്തിലാക്കാനുള്ളതല്ല, നമുക്ക് അവയർനെസ് തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ ഉള്ളിലൂടെ കുറെ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഓർമ്മകള്, പിഴവുകള്, തെറ്റുകള്, നാം പറഞ്ഞ കുറെ പൊട്ടുവാക്കുകള് ഒക്കെ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. ഇവെല്ലാം ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. ഹുബ്ബുള്ള ഈ എല്ലാത്തിലും മുകളിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുന്ന അങ്ങനെ ഒരു സ്റ്റേറ്റിലല്ല അത് വരുന്നത്.
ഇതിന്റെ എല്ലാം നടുവിലാണ് ഹബ്ബുള്ള വരുന്നത്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിന്റെ നടുവില്, ഇപ്പൊ വേദനയുടെ നടുവില്, തിരക്കിന്റെ ഒക്കെ നടുവില്, എല്ലാത്തിന്റെ നടുവില് അതിനെ എല്ലാത്തിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സെന്റർ ആയിട്ടാണ് ഹബ്ബുള്ള ശരിക്കും ഉള്ളത്. ഹബ്ബുള്ള ഉള്ളവരുടെ ജീവിതം എളുപ്പമായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ കുറെ ആൾക്ക് വിചാരിക്കാറുണ്ട്. പക്ഷെ ഹബ്ബുള്ള ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ജീവിതം എളുപ്പമാവണമെന്നില്ല. അത് കാരണം എന്താ വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയാൽ മതി. അദ്ദേഹം അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതം എളുപ്പമായിരുന്നോ? ഇല്ല. അദ്ദേഹം വിശപ്പറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പഴിവാക്കുകൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം പ്രിയപ്പെട്ടവരെ കണ്ണീരോടെ അടക്കം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹബ്ബുള്ള വേദന ഇല്ലാതാകുന്നില്ല ഹബ്ബുള്ളയിലൂടെ, പക്ഷെ വേദനയ്ക്ക് അർത്ഥം നൽകുന്നുണ്ട്. അവിടെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരല്ലേ. അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. സന്തോഷം വന്നാല് അവൻ ശുക്ർ ചെയ്യും, അവിടെ നന്മയുണ്ട്. ദുഃഖം വന്നാല് അവൻ സബ്ർ ചെയ്യും, അവിടെ നന്മയുണ്ട്. രണ്ടു നിലയിലും അള്ളാഹുമായിട്ട് ബന്ധം തകർന്നില്ല. സുബ്ഹാനല്ലാഹ്. അവിടെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം. ഹബ്ബുള്ള എന്നത് ജീവിതത്തിൽ എല്ലാം ശരിയാവുക എന്നല്ല, എല്ലാം സംഭവിച്ചിട്ടും അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നാണ്. നമ്മൾ ചിലപ്പോ പറയും, ഞാൻ നിസ്കരിച്ചു, ദുആ ചെയ്തു, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഈ ചോദ്യം ഈമാൻ ഇല്ലാതാക്കുന്നില്ല, ഈമാൻ ഇല്ലാത്തതിന്റെ അടയാളമല്ല. പക്ഷെ ഈ ചോദ്യം ചോദിച്ച് നമ്മളെ ഹൃദയത്തോട് നമ്മൾ കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. അത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, അള്ളാഹു എന്തോ ഹൈർ വിചാരിച്ചിട്ടുണ്ട്, ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നായിരിക്കണം. അവിടെയാണ് നമ്മളെ ഹുബ്ബ്, നമ്മളെ ഈമാന് കാണാൻ പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് ഒരു നിമിഷമുണ്ട്. ത്വായിഫില് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, രക്തം ഉള്ള ചെരുപ്പിൽ വരെ നിറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, ഇലാ മാ തകിലുനി യാ റബ്ബ്, എന്റെ റബ്ബേ, നീ ആരുടെയിലേക്കാണ് ഏൽപ്പിക്കുന്നത്, എന്നെ ആരുടെയിലേക്ക് ഏൽപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ കൈവിടല്ലല്ലോ റബ്ബേ എന്ന് ചോദിക്കുകയാണ്, കൈവിടല്ലേ റബ്ബേ എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ശരിക്കും ഹബ്ബുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ലൈക്ക് ആരും മനസ്സിലാക്കാത്തൊരു ടൈംസ്, പിന്നെ ആരും നമ്മളെ കൂടെ ഇല്ലാത്ത സമയങ്ങള്, നിസ്കാരം പോലും ലൈക്ക് ദുആ പോലും വാക്കുകളാവാത്ത സമയങ്ങള്, പിന്നെ സൈലന്റ് ആയിട്ടുള്ള സമയങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെയാണ് ഹബ്ബുള്ള ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ ചിലപ്പോൾ മരണം ഓർക്കാൻ ഭയപ്പെടുന്നുണ്ട്, പക്ഷെ മരണം ഹബ്ബുള്ളഹിനെ തകർക്കുന്നില്ല, മരണം അത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആർക്കാണ് അള്ളാഹുവിനെ കാണാൻ ഇഷ്ടം, അവരെ അള്ളാഹുവിനും കാണാൻ ഇഷ്ടമാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. മരണഭയം അള്ളാഹുവിനെ വെറുക്കുന്നതല്ല, പക്ഷെ മരണത്തിന് ശേഷം അവനെ കണ്ടുമുട്ടാൻ ഒന്നുമില്ലെന്ന ഭയമാണ് യഥാർത്ഥ ഭയം, അല്ലെ? അതുകൊണ്ട് ഹബ്ബുള്ള ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുന്നില്ല, ഹബ്ബുള്ള ഒരു മനുഷ്യന് മരണത്തെ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ മരണത്തെ ഭയപ്പെടുന്നില്ല. അവന് ജീവിക്കുമ്പോൾ ശ്രദ്ധയോടെ ജീവിക്കുന്നു, വാക്കുകളില് ജാഗ്രത പുലർത്തുന്നു, ബന്ധങ്ങളില് നീതിയോടെ നടക്കുന്നു. പിന്നെന്താ പറയാ, പിന്നെ കാരണം അവനറിയാം ഒരിക്കൽ എല്ലാം അള്ളാഹുവിന് മുമ്പില് വെക്കേണ്ടി വരുമെന്ന്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റും. ഇന്നത്തെ ലോകത്ത് നമ്മ ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താ അറിയോ? ഗഫ്ല്, അശ്രദ്ധ എന്ന് പറയും. അശ്രദ്ധ അള്ളാഹുവിനെ വെറുക്കുന്നതല്ല, നമ്മളെ അശ്രദ്ധ എന്ന് വെച്ചാല് അള്ളാഹുവിനെ ശരിക്കും ഇഷ്ടപ്പെടാത്തതല്ല, മാത്രമല്ല നമ്മളെ നശിപ്പിക്കുന്നത്, നമ്മള് അള്ളാഹുവിനെ മറക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സൂറത്തുൽ ഖുർആനിൽ പറയുന്നുണ്ട്, ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കും എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതിൽ
ലൈക്ക് ദേഷ്യമൊന്നുമില്ല. ഇത് അള്ളാഹു നമ്മളുമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നമ്മൾ മാത്രം അവനെ ഓർക്കുന്നില്ല, അള്ളാഹു നമ്മളെ ഓർക്കുന്നുണ്ട്. ഈ ചിന്ത മാത്രം മതിയല്ലേ ഒരു മനുഷ്യന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതത്തില് ഒരുപാട് വാതിലുകള് കടന്നുപോയിട്ടുണ്ട്. ചില വാതിലുകള് നമ്മളായിട്ട് അടിച്ചതാണ്, ചില വാതിലുകള് നമ്മൾ അറിയാതെ അടയുന്നത് കാണാതെ ഇങ്ങനെ അടിഞ്ഞു പോകുന്നതാണ്. എന്ന് വെച്ചാല് എങ്ങനത്തെ വാതിലുകൾ എന്ന് ഉദ്ദേശിച്ച എന്ന് പറഞ്ഞാല് ബന്ധങ്ങള്, ഫ്രണ്ട്ഷിപ്സ്, അവസരങ്ങള്, അങ്ങനെയാണ്. യൗവനം അല്ല നമ്മളെ പഴയ കാലം ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. നമ്മൾ ഓരോന്നും അറിയുന്നില്ല, ഓരോന്നും നമ്മളായിട്ട് അടിക്കുന്നതുമാണ്. ഇതൊക്കെ പതുക്കെ നമ്മിൽ നിന്ന് വിട പറയുന്നുണ്ട്. പക്ഷെ ഒരു വാതില് അവസാനം വരെ തുറന്നിരിക്കുന്നുണ്ട്. അതാണ് അള്ളാഹുലേക്കുള്ള വാതിൽ. സുബ്ഹാനല്ലാഹ്. അത് അടയുന്നത് മരണം വന്നാൽ മാത്രാണ്. അതുകൊണ്ടാണ് ഹുബ്ബുള്ള വൈകി എന്ന് പറയുന്നത് തെറ്റാവുന്നത്, അല്ലെ? വൈകിയത് ശ്വാസം പോയാൽ മാത്രാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തെ പിന്നോട്ട് നോക്കിയിട്ട് ബാക്കിലോട്ട് നോക്കുമ്പോ വിലയിരുത്താറുണ്ട്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ അങ്ങനെ ക്ഷമിച്ചിരുന്നെങ്കിൽ, അന്ന് ഞാൻ അള്ളാഹുലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. അന്ന് ഇന്നായി മാറാൻ ഇനി സമയമുണ്ട്. ഹുബ്ബുള്ള പിന്നോട്ടുള്ള ദുഃഖമല്ല, മുന്നോട്ടുള്ള ഡയറക്ഷനാണ്. ഇനി എന്ത് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ലോകം വിശ്വാസിക്ക് ഒരു തടവറയാണ്. തടവറ എന്ന് പറഞ്ഞാല് ശിക്ഷ എന്നല്ല, പക്ഷെ റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസ് ഉള്ള ഒരു സ്ഥലമാണ്. വിശ്വാസിക്ക് എല്ലാം ചെയ്യാമെന്നില്ല. നമ്മൾ ചിലപ്പോൾ അള്ളാഹുവിനെ ഇങ്ങനെ ഒഴിവാക്കാറുണ്ട്. ഒഴിവാക്കാന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തും. നമ്മൾ നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, ദുആ ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ പള്ളിയിൽ വല്ലതും പോയാൽ മാത്രമല്ല, പക്ഷെ ബാക്കി സമയത്തൊന്നും അള്ളാഹിനെ ഓർക്കാത്ത അവസരങ്ങൾ വരാറുണ്ട്. പക്ഷെ ഹുബ്ബുള്ള ഇതിലും വലുതാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പൊ നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അത്, വാക്കുകളില്, ദേഷ്യം വരുമ്പോഴും ക്ഷമയിലും എല്ലാത്തിലും അള്ളാഹിനെ നിർത്തുന്നതാണ് ഹുബ്ബുള്ള. നമ്മൾ ദേഷ്യം വരികയാണെങ്കിൽ എങ്ങനെ പെരുമാറുന്നു, അവിടെ ഹുബ്ബുള്ള നമുക്ക് തെളിയുന്നത് കാണാൻ പറ്റും. എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചാല് നമ്മൾ ക്ഷമിച്ചോ അതോ തിരിച്ചിട്ട് മോശമായിട്ട് അങ്ങോട്ട് മറ്റൊരാളോടും ചെയ്തോ എന്നതിലൊക്കെ നമുക്ക് ഹുബ്ബുള്ള കാണാൻ പറ്റുന്നതാണ്. ഇവിടൊക്കെയാണ് ഹുബ്ബുള്ള ശരിക്കും പരീക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ശക്തൻ കൈകൊണ്ട് തോൽപ്പിക്കുന്നവനല്ല, ദേഷ്യം വരുമ്പോ സ്വയം നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനോടുള്ള സ്നേഹം ശരിക്കും നാവില് മാത്രം പ്രകടാവുന്നതല്ല, അത് ശരിക്കും നിയന്ത്രണത്തിലാണ്. നമ്മളെ നഫ്സിനെ നമ്മൾ തന്നെ നിയന്ത്രിക്കുന്നതിലാണ്. നമ്മള് പ്രായം കൂടുമ്പോൾ ശരീരമൊക്കെ ക്ഷീണിക്കും, ശക്തിയൊക്കെ കുറയും, കാലൊക്കെ പതുക്കെ ഇതാവും, കുഴയും, പിന്നെ കണ്ണ് കാഴ്ച കുറയും, അങ്ങനെ ഓർമ്മ കുറയും ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഹൃദയം അവസാനം വരെ വളരാൻ കഴിയുന്ന ഒന്നാണ്. ഹുബ്ബുള്ള യൗവനത്തിന്റെ കാര്യമല്ല, അവസാന ശ്വാസത്തിന്റെ കാര്യമാണ്. സഹാബികളില് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ സ്വർഗത്തിൽ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. കാരണം മറ്റു സഹാബികളൊക്കെ ആ സഹാബിനോട് ഇങ്ങനെ എന്താ നീ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ആ സഹാബി പറയണ്ടായി, എനിക്ക് വലിയ അമലുകളൊന്നുമില്ല, പക്ഷെ എനിക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വളരെയധികം സ്നേഹമുണ്ട് എന്ന് പറയണ്ടായി. ഹുബ്ബുള്ള അമലുകളിൽ മാത്രം എണ്ണപ്പെടുന്നതൊന്നുമല്ല, ബന്ധത്തിലാണ്. ബന്ധത്തിന്റെ സത്യമാണ്, എത്ര ട്രൂ ആണ്, എത്ര പ്യുവർ ആണെന്ന് ഉള്ളതാണ് ഹുബ്ബുള്ള എന്ന് വെച്ചാല്. നമ്മളോ അള്ളാഹു ആയിട്ടുള്ള ബന്ധം എത്ര പ്യുവർ ആണെന്നുള്ളതാണ് ഹുബ്ബുള്ള എന്ന് വെച്ചാല്. മരണം ഒരിക്കലും നമ്മുടെ അടുത്ത് വരും, എന്തായാലും വരും, അല്ലെ? അത് നമ്മോട് അനുവാദം ചോദിച്ചിട്ടൊന്നുമല്ല വരാ, അത് നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ചാല് നമ്മള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ടീച്ചറെ വീഡിയോ ഓഫ് ആക്കാൻ പറയോ? അത് ഓക്കെ. അങ്ങനെ നമ്മുടെ കൂടെ വരുന്നുണ്ട് മരണം. ശരിക്കും നമ്മള് മരണത്തില് നമ്മൾ ഏത് സ്റ്റേറ്റിലായിരിക്കണം, മരണം അവസാനമാണോ എന്ന് ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത് നമ്മളൊരിക്കലും വീടല്ല, നമ്മളെ ബാങ്ക് ബാലൻസ് അല്ല, നമ്മളെ പേരല്ല, നമ്മളൊന്നുമല്ല, നമ്മുടെ ഹൃദയമാണ്. അത് അള്ളാഹുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ മരണം ഒരിക്കലും നമ്മൾ എന്തിന്റെ അവസാനമല്ല.
അത് കണ്ടുമുട്ടലാണ്. അള്ളാഹുവിന്റെ അടിമയായിട്ടുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. പ്രവൃത്തികൾ അവസാനത്തിലൂടെയാണ് അളക്കപ്പെടുന്നത്. അതിനാൽ നമ്മൾ ഇന്നെവിടെയാണെന്നല്ല കാര്യം, പക്ഷെ അവസാനത്തില് നമ്മൾ എവിടെയാണെന്നതിലാണ് കാര്യം. സുബ്ഹാനല്ലാഹ്. ഹുബ്ബുള്ള അവസാനത്തെ സുന്ദരാക്കുന്ന ഒരു പ്യുവർ ആയിട്ടുള്ള ലവാണ്. അള്ളാഹിനോടുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള നമ്മളെ അവസാനത്തെ വളരെ മനോഹരാക്കുന്ന ഒരു ലവാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇതുവരെ സ്നേഹം, സമയം, പാപം, തിരിച്ചറിവ് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഒരു പുതിയ ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ. ഹുബ്ബുള്ള നമ്മളെ ഡെയിലി ലൈഫില്, ജീവിതത്തില് എങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്? കാരണം വലിയ വാക്കുകളിൽ സ്നേഹം പറയുന്നത് എളുപ്പമാണ്, പക്ഷെ ചെറിയ കാര്യങ്ങളിൽ സ്നേഹം കാണിക്കുന്നതാണ് ശരിക്കും ഹാർഡായിട്ടുള്ളത്. ഒരു മനുഷ്യൻ നല്ല ഈമാനുള്ളവനായിരിക്കും, നല്ല ഈമാനുള്ളവനായിരിക്കും, നിസ്കരിക്കും, ദുആ ചെയ്യും, പക്ഷെ വാക്കുകളിൽ അവൻ ആളുകളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ശരിക്കും നിർത്തി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ, അള്ളാഹു സൃഷ്ടിച്ച ഹൃദയങ്ങളെ, അള്ളാഹു സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ ശരിക്കും ഭയങ്കര നിസ്സാരമായിട്ട് കാണുമോ? ഒരിക്കലും ഇല്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിം എന്നത് അവന്റെ നാവിലും കയ്യിലും നിന്ന് മറ്റുള്ളവർ സുരക്ഷിതരാകുന്നവനാണ്. ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കുന്നത്. ഹുബ്ബുള്ള നാവിന്റെ നിയന്ത്രണമാണ്. ഇവിടെ ഒരു സൂക്ഷ്മമായിട്ട് ഒരു വിഷയമുണ്ട്. നമ്മള് സത്യം പറയുന്ന പേരില് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, ഹാർഡായിട്ട് റൂഡായിട്ട് പറയാറുണ്ട്. കാരണം ഇപ്പോ ഒരാളിങ്ങനെ വരാണ്, അപ്പൊ അയാളെ കണ്ടപ്പോ ചില ആൾക്കാർ പറയും, ഇങ്ങനെ കാണുമ്പോ തന്നെ പറയും, ഇവനെന്താ ഇങ്ങനെ കാണാൻ, നീ മെലിഞ്ഞല്ലോ, നീ കറുത്തല്ലോ, നിന്റെ ഡ്രസ്സൊന്നും കൊള്ളൂലല്ലോ, അങ്ങനെ എന്തൊക്കെയോ പറയും. എന്നിട്ട് അവരോട് അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ ഞാൻ സത്യം പറഞ്ഞു, എനിക്ക് നേരെ സംസാരിക്കാൻ ഇഷ്ടം എന്ന് പറയും. പക്ഷെ സത്യം സ്നേഹമില്ലാതെ പറഞ്ഞാല് അത് ശരിക്കും സത്യമല്ല, അത് അഹങ്കാരാണ്. അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യരോട് നല്ല രീതിയിൽ സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട്. ഹുബ്ബുള്ള വാക്കുകളുടെ ശൈലിയില് നമുക്ക് കാണാം, ആദ്യം വെളിപ്പെടാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷമ നോക്കാം. ക്ഷമ ഹൃദയത്തില് വലിയ ഭാരാണ്, ശരിക്കും ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യമാണ്. നമ്മളാണ് അവിടെ റൈറ്റ് എന്ന് അറിഞ്ഞിട്ട് പോലും നമുക്കവിടെ ക്ഷമ കൈവരിക്കണമെങ്കിൽ അത് ഭയങ്കര ഹാർഡാണ്. അത് ലോകത്തിന് വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്, പക്ഷെ ആർക്ക് വേണ്ടി? അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു പറയുന്നുണ്ട്, ദേഷ്യം അടക്കുകയും മനുഷ്യരോട് ക്ഷമിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു എന്ന്. ആ ക്ഷമക്ക് കാരണമായി നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിന്റെ സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അള്ളാഹുവിന്റെ സ്നേഹം ഒരു പ്രവൃത്തിയോട് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് നോക്കാം. വീട്ടില് നമ്മള് പലപ്പോഴും പുറത്ത് നല്ലവരാണ്, പക്ഷെ വീട്ടില് ദേഷ്യപ്പെടും, പല രീതിയില് അവോയ്ഡ് ചെയ്യും, അവഗണന പാലിക്കും, എന്തൊക്കെയോ രീതിയിൽ നമ്മള് വീട്ടില് റൂഡാവാറുണ്ട്. ഇവിടെ നമ്മള് സ്വയം ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ സാന്നിധ്യം എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ കുടുംബത്തോട് നല്ലവനാണ്. നമ്മളിങ്ങനെ പറയൂലേ, കുടുംബം നന്നായാല് നാട് നന്നാവും, നാട് നന്നായാല് ലോകം നന്നാവും എന്ന് പറയുന്ന പോലെ. ആദ്യം എല്ലാം തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഒറ്റപ്പെട്ട നിമിഷങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കാം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ശരിക്കും നമ്മളെ ഹുബ്ബുള്ള എത്രമാത്രം ലവാണ് നമുക്ക് അള്ളാഹിനോടുള്ളത്, എത്ര പ്യുവർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാം. കാരണം ആരും കാണാത്ത സമയങ്ങള്, ആരും അറിയാതെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സമയങ്ങള്, ഇവിടെ ശരിക്കും യഥാർത്ഥത്തില് നമ്മൾക്ക് സ്നേഹം ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വിഭാഗം ആളുകള് അർശിന്റെ തണൽ ലഭിക്കുന്ന പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് കണ്ണീര് വാർക്കുന്ന വ്യക്തി എന്ന്. സുബ്ഹാനല്ലാഹ്. ഹുബ്ബുള്ള
ശരിക്കും നമുക്ക് ഉണ്ടോന്ന് അറിയാം. നമ്മള് ഇപ്പൊ വീട്ടിൽ ഒറ്റക്കാണ്. ഒറ്റക്കിരിക്കുമ്പോ നമ്മളിപ്പോ വീട്ടിൽ ഒറ്റക്കാണ്. എന്താ ചെയ്യാൻ ആലോചിക്കും. നമുക്ക് വേറെ അത് ചെയ്യാം ഇത് ചെയ്യാൻ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ വീട്ടിൽ അമല് ചെയ്യാം, ഞാനും അള്ളാഹുവായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, ആരും ഇല്ലല്ലോ, ഞാനും എന്റെ റബ്ബും മാത്രമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ചിന്ത അങ്ങനെ പോവാറില്ല. സുബ്ഹാനല്ലാഹ്. ഹബ്ബുള്ള ശരിക്കും പബ്ലിക് ആയിട്ട് കാണിക്കേണ്ട പ്രദർശനമൊന്നുമല്ല. അത് ശരിക്കും ഹബ്ബുള്ള പ്രകടമാകുന്നത് ഒറ്റപ്പെടലിലാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു ഡീപ്പായിട്ടുള്ള ഒരു തോട്ടിലേക്ക് പോവാം. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും ആവശ്യപ്പെടുന്നത്? നമ്മള് കുറെ കാര്യങ്ങൾ ആവശ്യപ്പെടും. സുഖങ്ങള്, സൗകര്യങ്ങള്, പ്രശ്നങ്ങള് മാറാന്, ചിലപ്പോ ആഖിറത്തിന് വേണ്ടി എല്ലാം നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയം, ഇതൊന്നും തെറ്റല്ല, പക്ഷെ അതിന് കൂട്ടത്തില് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയം ഒരു ദുആ കൂടി ഉൾപ്പെടുത്തും. എന്താണെന്നറിയോ? എന്നെ നിനക്ക് ഇഷ്ടമുള്ളവനാക്കണമേന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്യുന്നവരെയും സ്വയം ശുദ്ധമാക്കുന്നവരെയും അള്ളാഹു സ്നേഹിക്കുന്നു. തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരെ അള്ളാഹു ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയില് ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയെ കാണാതായി. അങ്ങനെ ഉമ്മ കുറെ അന്വേഷിച്ച് ലാസ്റ്റ് ഉമ്മയും കുട്ടിയും റീയൂണൈറ്റ് ആവുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ ഉമ്മ ഓടിപ്പോയി കുട്ടീനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയണ്ടായി, അള്ളാഹുവിന് ഈ ഉമ്മക്ക് ഇപ്പൊ ഉണ്ടായ സന്തോഷത്തിനേക്കാൾ 40 ഇരട്ടി സന്തോഷാണ് അള്ളാഹുവിന് ഒരു അടിമ തൗബ ചെയ്ത് മടങ്ങുമ്പോ കിട്ടുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അള്ളാഹുവിന്റെ സ്നേഹം ഒരു നമുക്ക് വിചാരിക്കാൻ പറ്റുന്നതിനും അപ്പുറാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മള് ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഭയമാണ്, ഇനി എത്ര സമയം ബാക്കി. ഈ ഭയം ശരിക്കും നല്ലതാണ്, ജാഗ്രത പാലിക്കാൻ നല്ലതാണ്. പക്ഷെ ബുദ്ധിമാന്മാർ എങ്ങനെയാണ് ചിന്തിക്കുക, ഇനി ബാക്കിയുള്ള സമയം എങ്ങനെയാണ് അള്ളാഹുവിനോട് അടുത്തിട്ട് ജീവിക്കാനാവുക എന്ന്. ഇനി അവസാനമായിട്ട് ഒരു പുതിയ ചിന്തയും കൂടി നമുക്ക് പറയാം. നമ്മൾ പലപ്പോഴും അള്ളാഹുവിനോട് നമ്മെ സ്നേഹിക്കണമേ എന്ന് പറയും. പക്ഷെ നമ്മള് അള്ളാഹു സ്നേഹിക്കുന്ന കാര്യങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ അവർ സ്നേഹിക്കുന്ന കാര്യങ്ങളെയും കൂടി സ്നേഹിക്കുന്നതാണ്. അള്ളാഹു സ്നേഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ അള്ളാഹു നീതി ഇഷ്ടമാണ്, സത്യം ഇഷ്ടമാണ്, അനാഥരെ ഇഷ്ടമാണ്, ദുർബലരെ ഇഷ്ടമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നീതിക്ക് വില കൊടുക്കുന്നുണ്ടോ? സത്യം ശരിക്കും കാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അനാഥരെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദുർബലരെ മാനിക്കുന്നുണ്ടോ? എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഹബ്ബുള്ള എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളോട് നമ്മൾ കൂടുതൽ അടുക്കലാണ്. ഇനി ഇത് കേൾക്കുന്ന ഓരോ ഹൃദയവും ഒരൊറ്റ തീരുമാനം എടുക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. വലിയ തീരുമാനങ്ങളൊന്നുമല്ല, ഒരു ചെറിയ തീരുമാനം. ഇന്ന് മുതല് ഒരു പാപം കുറയ്ക്കാം, ഒരു വാക്ക് മൃദുവാക്കാം, ഒരു ബന്ധം ശരിയാക്കാം, ഒരു ദുആയില് ഹൃദയം ചേർക്കാം, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാം. സുബ്ഹാനല്ലാഹ്. ചെറുതിനെ വലുതാക്കുന്നവനാണല്ലേ റബ്ബ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാം ഖൈറാക്കി തരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ്. യാ റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ പലതും സ്നേഹിക്കുന്നുണ്ട് യാ റബ്ബേ. യാ അല്ലാഹ്, ലോകത്തെയും ആളുകളെയും ആഗ്രഹങ്ങളെയും എല്ലാം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് യാ അല്ലാഹ്. പക്ഷെ അവയെല്ലാം ഒരിക്കൽ പോലും പൂർണ്ണമായി ഞങ്ങൾക്ക് തൃപ്തി നൽകിയിട്ടില്ല യാ അല്ലാഹ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു യാ അല്ലാഹ്, പൂർണ്ണത നിന്റെ സ്നേഹത്തിലാണ് യാ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ ആത്മാവിനേക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ ബന്ധങ്ങളെക്കാൾ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് പ്രിയമാക്കണമേ യാ അല്ലാഹ്. യാ റബ്ബേ, ഞങ്ങൾ നമസ്കരിക്കുന്നവരാണ് യാ അല്ലാഹ്. പക്ഷെ നമസ്കാരം ഞങ്ങളെ മാറ്റുന്നില്ലെങ്കിൽ അത് മാറ്റുന്നവരാക്കി മാറ്റി തരണമേ യാ അല്ലാഹ്. ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട് യാ അല്ലാഹ്. പക്ഷെ ഖുർആൻ ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ജീവിക്കാതെങ്കിൽ അത് നമ്മുടെ തെറ്റല്ലേ യാ അല്ലാഹ്. യാ അല്ലാഹ്, ഖുർആനെ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ കുളിർമയാക്കി മാറ്റി തരണമേ യാ അല്ലാഹ്. നെഞ്ചിലെ ഇരുട്ടുകൾ നീക്കുന്ന വെളിച്ചമാക്കി തരണമേ യാ അല്ലാഹ്. യാ റബ്ബേ, ഞങ്ങൾ പലപ്പോഴും പാപങ്ങളിൽ വീഴ്ന്നു പോകുന്നുണ്ട് യാ അല്ലാഹ്. യാ അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കണേ യാ അല്ലാഹ്. ഇതിൽ നിന്നൊക്കെ രക്ഷിക്കണേ യാ അല്ലാഹ്. യാ അല്ലാഹ്, നീ ക്ഷമിക്കുന്നവനാണ് യാ അല്ലാഹ്.
യാ അല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. യാ അല്ലാഹ് നീ ക്ഷമിക്കുന്നവനാണ് യാ അല്ലാഹ്, ക്ഷമയെ സ്നേഹിക്കുന്നവനാണ് യാ അല്ലാഹ്. അതിനാൽ ഞങ്ങളെ പൂർണ്ണമായി ക്ഷമിക്കണമേ അല്ലാ, ഞങ്ങളോട് പൂർണ്ണമായി ക്ഷമിക്കണേ യാ അല്ലാ. യാ റബ്ബേ, നമ്മുടെ ജീവിതത്തിൽ അവസാന വർഷങ്ങള് ആദ്യ വർഷങ്ങളെക്കാൾ നല്ലതാക്കി തരണമേ അല്ലാ. യാ അല്ലാ, അവസാന ദിവസങ്ങള് അവസാന വാക്കുകള് നിന്റെ സ്മരണയിലാക്കി തീർക്കണമേ അല്ലാ. യാ അല്ലാ, സന്തോഷകരമായ അവസാനത്തോടെ ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണേ യാ അല്ലാ. യാ റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങള് അഹങ്കാരം ഉണ്ടെങ്കിൽ അത് നീ മാറ്റി തരണമേ യാ അല്ലാ. വാക്കുകളില് കഠിനതയുണ്ടെങ്കിൽ നീ അത് സോഫ്റ്റ് ആക്കി തരണേ യാ അല്ലാ. ബന്ധങ്ങളിൽ വിള്ളലുണ്ടെങ്കിൽ അത് നീ ശരിയാക്കി തരണമേ യാ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ ഹൃദയ പ്രവൃത്തികളെ ജീവിതാവസ്ഥകളെ എല്ലാം നീ ശരിയാക്കി തരണമേ അല്ലാ. യാ റബ്ബേ, നീ ഞങ്ങളെ നിനക്കിഷ്ടമുള്ളവരാക്കി തരണമേ അല്ലാ. നിന്നെ സ്നേഹിക്കുന്നവരെ ആക്കി തരണമേ അല്ലാ. നീ ഞങ്ങളെ സ്നേഹിക്കാൻ അർഹരാക്കണമേ അല്ലാ. യാ അല്ലാ, ലോകത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ചിന്തയാക്കരുതേ യാ അല്ലാ. ഞങ്ങളുടെ അറിവിന്റെ പരിധിയാക്കല്ലേ യാ അല്ലാ. യാ റബ്ബേ, നമ്മള് ഈ ലോകത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിന്നോടൊപ്പമായി തീരണേ യാ അല്ലാ. ജീവിതം എത്ര തിരക്കായാലും നിന്നെ മറക്കുന്ന അവസരം നീ ഉണ്ടാക്കല്ലേ യാ അല്ലാ. യാ അല്ലാ, എല്ലാം നിന്റെ അറിവിലാണ് യാ അല്ലാ. ഞങ്ങളുടെ ദുആകള് നീ സ്വീകരിക്കണേ യാ അല്ലാ. യാ അല്ലാ, യാ അല്ലാ, നിന്റെ സ്നേഹം, നിനക്ക് സ്നേഹമുള്ളവരുടെ സ്നേഹം എല്ലാം നമ്മളെ ഹൃദയത്തിൽ നീ ഇട്ടു തരണമേ യാ അല്ലാ. യാ റബ്ബേ, ഈ ദുആ കേൾക്കുന്ന ഓരോ ഹൃദയത്തെയും നീ അറിയുന്നു യാ അല്ലാ. യാ അല്ലാ, പറയാൻ കഴിയാത്ത വേദനകൾ എല്ലാവരുടെ ഒളിപ്പിച്ച് കണ്ണീരെല്ലാം ഉണ്ട് യാ അല്ലാ. നിശബ്ദമായ ദുആകളുണ്ട് യാ അല്ലാ. എല്ലാം നിന്റെ അറിവിലാണ് യാ അല്ലാ. ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണമേ യാ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ കുറവുകൾ നീ പരിപൂർണമായി ശിഫാക്കണേ യാ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ നിന്നിൽ നിന്ന് ഒരിക്കലും ദൂരത്താക്കല്ലേ യാ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.